എന്താ ഒരു മഴയല്ലേ. ഈ ഒരു മഴ സമയത്ത് നമുക്ക് റോഡ് സൈഡിൽ കിട്ടുന്ന സ്ട്രീറ്റ് സ്റ്റൈലിലെ പാനിപ്പൂരി ആയാലോ. എരിവും പുളിയൊക്കെ ചേർത്ത് അടിപൊളി ഒരു പാനിപ്പൂരി. ഇവിടെ കുട്ടികളാണെങ്കിലും ബഹളമാണ് പാനിപ്പൂരി പാനിപ്പൂരി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പാനിപ്പൂരി തയ്യാറാക്കാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പം നമ്മുടെ പാനിപ്പൂരി തയ്യാറാക്കാൻ ആദ്യം നമുക്ക് പൂരി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ റവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റവ നല്ല നമ്മൾ ഉപ്മാവൊക്കെ തയ്യാറാക്കുന്ന റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തീരെ നൈസായിട്ടുള്ള ഇച്ചിരി കട്ടിയുള്ള റവ കിട്ടില്ലേ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ബൈൻഡിങ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. ഇനി ആ ഒരു മൈദയും റവയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒരു 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടായതുകൊണ്ട് സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈമേ തൊടാൻ പറ്റുന്ന പാകം ആകുമ്പോഴത്തേക്കിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഡോ പരുവത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാനിപ്പൂരിക്കുള്ള മസാല തയ്യാറാക്കാം. അതായത് നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. 5-8 കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഗ്രാമ്പും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 2-3 കാശ്മീരി മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് അധികം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സാധാരണ എരിവുള്ള വത്തൽമുളക് ചേർത്താലും ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ക്രിസ്പ് ആവുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അത് മിക്സി ജാറിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ലേസം ഒന്ന് തണുത്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പൗഡർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ. ഇനി നമുക്ക് ഈ ഒരു മസാല മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ജാർ എടുക്കാം. ഞാൻ അതേ സെയിം മിക്സി ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു പിടി പുതിന ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു പുതിന ഇലയാണ്. അതിലോട്ട് അതേ സെയിം അളവിൽ ഞാൻ ഒരു പിടി മല്ലി ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ ചേർത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുളി നമ്മൾ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വക ആഡ് ചെയ്തതിന് ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് ഭാഗം നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഞുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ, മാംഗോ പൗഡറാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ചാറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ പാനിപ്പൂരി മസാലയും കൂടെ 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഈ ഒരു ബാക്കി വരുന്നത് ഇതേപടി ക്ലോസ് ചെയ്ത് നമുക്ക് പിന്നീട് തയ്യാറാക്കുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് ബൂന്തി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ബൂന്തി ലഡുവിനൊക്കെ തയ്യാറാക്കുന്ന ബൂന്തി ഇല്ലേ, അത് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഭുജിയ എന്ന് പറഞ്ഞ സേവ് കിട്ടും, അത് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശേഷം ഒരു 2-3 നാരങ്ങയുടെ സ്ലൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണ് ഉള്ളി, ഒരു കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് ഉപ്പും മുളകും എരിവൊക്കെ ഉണ്ടോന്നോ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലോട്ട് നമുക്ക് സെർവ് ചെയ്ത് ഇത് ഫ്രിഡ്ജിലോട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഡോ എടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കോളൂ. ഏകദേശം എല്ലാം നന്നായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ നമ്മുടെ പൂരിയുടെ വലുപ്പത്തിൽ നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് സാധാരണ രീതിയിൽ നമ്മൾ പരത്തിയെടുത്ത കുഞ്ഞു കുറച്ച് മൈദയൊന്ന് തൂക്കിയിട്ട് കുഞ്ഞു പൂരിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് എളുപ്പമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് ഇത് വെക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു
പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റിന് മേലെ ഒന്ന് തോർത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി വിരിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ വെച്ചിട്ട് വേറൊരു തുണി വെച്ച് ക്ലോസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ പരത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ റൗണ്ടായിട്ട് പരത്തിയിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ബൗളോ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി ഞാനൊരു ഇതുപോലെ സെയിം രീതിയിൽ ഞാൻ തുണിയുടെ മേലെ വെച്ച് വേറെ ഒരു തുണി വെച്ച് നന്നായിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിഭാഗത്തും വേറെ ഞാൻ തയ്യാറാക്കി അതേ സെയിം രീതിയിൽ തന്നെ ഫുള്ള് പൂരീസ് ഞാനിവിടെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതായത് നമ്മൾ ആദ്യ പോർഷൻ നമ്മൾ ഏതൊക്കെയാണ് വെച്ചിരിക്കുന്നത് ആ ഒരു പോർഷൻ ആ ലൈൻ ബൈ ലൈൻ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, പൂരി നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈൻ ബൈ ലൈനാണ് നമ്മളെടുത്ത് പൂരി ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പൂരി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കടായിൽ ഓയിൽ ഇവിടെ വെച്ച് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ പൂരി നമുക്ക് എടുത്ത് ഇതുപോലെ ആദ്യം ഓയിലിലോട്ട് വെച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഓയിൽ അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന രീതി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നോക്കിക്കോളൂ, നന്നായിട്ട് വീർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൂരി ഇതുപോലെ വീർത്ത് വരുന്ന ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വീർത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് അടുത്ത പൂരി ഇതുപോലെ വെച്ച് അതും ഇതുപോലെ തന്നെ ഓയിലൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ തന്നെ ഇത് നന്നായിട്ടൊന്ന് ബലൂൺ പോലെ വീർത്ത് നല്ല ബോളായിട്ട് ഉരുണ്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യം ചേർത്തത് മറിച്ച് കൊടുക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. നോക്കിക്കോളൂ എന്ത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു പൂരിയൊക്കെ നല്ല വീർത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. അപ്പോൾ ലോ ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പൂരിയുടെ ആ ഒരു ബേസ് ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാ നോക്കിക്കോളൂ നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്ക് ചുട്ട് വന്ന സാധനം അതായത് പൂരി ആയതിനു ശേഷം നമുക്കതൊന്ന് വേറെ പാത്രത്തിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പൂരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് തയ്യാറാക്കാം. പൂരി എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത് സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പൂരി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബേസ് തയ്യാറാക്കാം. അതിനായി പുഴുങ്ങിയ കിഴങ്ങ് ഒരു 4 മീഡിയം സൈസ് ഞാൻ എടുത്ത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഒരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള നമുക്ക് ഞുറുക്കി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പിടി ചെറുപയർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തിട്ടുണ്ടായിരുന്നു. അതോ അല്ലെങ്കിൽ നമ്മുടെ കറുത്ത കടലയില്ലേ അതും നമുക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്തോളും. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്തോളൂ, അതും കൂടെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചാറ്റ് മസാല ആഡ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനിപ്പൂരിയുടെ ആ പാനിയും കൂടെ ഒരു തവി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ. കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ നന്നായിട്ട് കൈമ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ റെഡി ആയതിനു ശേഷം നമ്മുടെ മസാലയുടെ ആ ഒരു നമ്മുടെ കിഴങ്ങും കൊണ്ടുള്ളൊരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പാനിപ്പൂരി ഇനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡിയാക്കാൻ പോവാണ്. ഒരു പൂരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പോർഷൻ മോൾ ഭാഗം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ ആ ഒരു കിഴങ്ങിൻ്റെ ബേസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനി നമുക്ക് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എരിവും പുളിയും മധുരം എല്ലാം കൂടെയുള്ള അടിപൊളിയായിട്ടുള്ളൊരു നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡിയാണ്. നോക്കിക്കോളൂ, അടിയിൽ നിന്ന് വെള്ളം പോകുന്നുമില്ല, ഊർന്നു പോകുന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം പൂരികളെല്ലാം റെഡിയാക്കി നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് സർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, റെസിപ്പി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പാനിപ്പൂരി കിട്ടിയാൽ കൊള്ളാമെന്നില്ലേ ഈ ഒരു മഴ സമയത്ത്? അപ്പം എല്ലാവരും വേഗം തന്നെ എണീറ്റ് പാനിപ്പൂരി തയ്യാറാക്കിക്കോളൂ കേട്ടോ. വളരെ പെട്ടെന്നും ഒരു അടിപൊളി സ്ട്രീറ്റ് സ്റ്റൈലിലെ ഒരു പാനിപ്പൂരി റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നേരം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ watching and bye bye.